മാവേലിക്കര വിട്ടില്ലെങ്കിൽ എന്താ പള്ളിപ്പാട് യൂണിയനിൽ നിന്ന് ഞങ്ങൾ വിട്ടുകൊള്ളാൻ രമേശിനെ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യമായി അഖില കേരള ബാലൻസ് സംഘത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി CCM എന്നാണ് പറയുന്നത് എന്നെ വിടുകയും അന്ന് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി ഞാൻ മാറുകയും ചെയ്തു. അപ്പം മാവേലിക്കരക്കാർ ഒരിക്കലും എന്നോട് നീതി പുലർത്താത്ത സന്ദർഭങ്ങളിലെല്ലാം നീതി പുലർത്തിയിട്ടുള്ളത് ഹരിപ്പാടുകാരാണ്, പള്ളിപ്പാടുകാരാണ് പറയാനിരിക്കാനിരിക്കുന്നത്. ഞാൻ അന്ന് മുതൽ ആരംഭിച്ച ബന്ധമാണ് പള്ളിപ്പാടുമായി. ഞാൻ ഈ ഒരു വാചകം പറഞ്ഞതിന് ഒത്തിരി അർത്ഥമുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മാവേലിക്കരയിൽ നിന്ന് ഞാൻ ഹരിപ്പാടിൽ നിന്നാണ് ആദ്യം പറഞ്ഞത്. മാവേലിക്കര മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ അന്ന് ശ്രീ K. കരുണാകരൻ എന്നോട് പറഞ്ഞു മാവേലിക്കരയേക്കാൾ നല്ലത് ഹരിപ്പാട്. ഞാൻ വീണ്ടും നിർബന്ധിച്ചു, കാരണം സ്വന്തം നാടാണല്ലോ, അവിടെ അല്ലേ നിൽക്കേണ്ട. അദ്ദേഹത്തിന് പറയാം അല്ല, മാവേലിക്കരയേക്കാൾ രമേശിന് ഏറ്റവും നല്ലത് ഹരിപ്പാടാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് കാൽക്കുലേഷൻ ഉണ്ടായത് എപ്പോഴും. അദ്ദേഹം പറയുന്ന ആളുകൾ ജയിക്കുമായിരുന്നു. ഞാൻ മാവേലിക്കര നിർബന്ധിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അല്ല ഹരിപ്പാട്. ഞാൻ പറഞ്ഞു ഹരിപ്പാട് ഇതുവരെ കോൺഗ്രസ് ജയിച്ചിട്ടില്ലല്ലോ, പക്ഷേ രമേശ് ജയിക്കും ഇത്തവണ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹരിപ്പാട് ഒരിക്കലും ഒരു നമ്മുടെ റജി സൂചിപ്പിച്ച പോലെ ഹരിപ്പാട് ഒരു കോൺഗ്രസ് മണ്ഡലമല്ല. ഹരിപ്പാട് നിന്ന് ആദ്യത്തെ കോൺഗ്രസ് MLA ഞാനാണ്. അവർക്കും അത് അറിയില്ല. ആദ്യമായി കോൺഗ്രസിന് ഒരു MLA സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഞാനാണ്. അതിനു മുമ്പ് ശ്രീ ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ള, KP രാമകൃഷ്ണൻ നായർ, CVC വാര്യര് ഇവരൊക്കെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന നിയോജക മണ്ഡലമാണ്. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് ഇത്തവണ. അപ്പം ആ മണ്ഡലത്തിൽ നിന്ന് നിൽക്കാൻ എന്നോട് ശ്രീ K. കരുണാകരനാണ് പറഞ്ഞത്. ഞാൻ അത്ര നിർബന്ധിച്ചെങ്കിലും പുള്ളിയുടെ തീരുമാനത്തിൽ ഞാൻ വശംവദനാവുകയാണ് ചെയ്തത്. അന്ന് മത്സരിക്കാൻ നമ്മുടെ മംഗലത്ത് മഠം റെഡി ആയിട്ടില്ലേ, EP മംഗലത്ത് മഠം PSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് റെഡിയായിട്ടിരിക്കുന്ന സമയമാണ്. അന്ന് എന്നോട് പറഞ്ഞത് ഹരിപ്പാട് മത്സരിക്കാൻ പറഞ്ഞു. രാജു പറഞ്ഞത് മാത്യുബ്രാം പറഞ്ഞത് 100% ശരി. അന്നത്തെ മാത്യുബ്രാമൊന്നും അല്ലിപ്പോൾ അന്ന് എന്തൊരു സുന്ദരനായ ഒരാളായിരുന്നു, നല്ല മുടിയുള്ള. ഞാൻ കുറച്ചാളായിപ്പോൾ കണ്ടിട്ട് വലിയ വ്യത്യാസം തോന്നും. വളരെ ജനങ്ങൾക്ക് വളരെ സമ്മതനായ, വളരെയേറെ ഇഷ്ടമുള്ള, സത്യത്തിൽ കീർത്തി പ്രസ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു താവളമായിരുന്നു. അവിടെ ഞാൻ മത്സരിക്കാൻ വരുന്നത് അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ മത്സരിക്കാൻ അവിടെ വരുന്നത്. മത്സരിക്കാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വന്ന് ചെയ്തത് മാത്യുബ്രാമും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി കൊണ്ട് മറ്റ് സഹപ്രവർത്തകന്മാരുമാണ്. അതിനെല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് മാത്യുബ്രാമായിരുന്നു എന്നുള്ള ഞാൻ ഇവിടെ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവാണെങ്കിൽ ഞാൻ എപ്പോഴും കണ്ടിരുന്ന എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ എനിക്ക് അന്ന് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ശ്രീ മാത്യുബ്രാം എന്നുള്ള ഞാൻ തുറന്ന് സമ്മതിക്കുക. എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുകയും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് മാത്യുബ്രാമും സഹപ്രവർത്തകന്മാരുമായി. അദ്ദേഹം ഇവിടെ പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളും ശരിയാണ്, 100% ശരിയാണ്. എനിക്ക് അത്രയും വാത്സല്യവും സ്നേഹവും ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ എനിക്ക് നൽകുകയും ചെയ്തത് ശ്രീ മാത്യുബ്രാം. ഒരു പക്ഷേ മാത്യുബ്രാം അമേരിക്കയിൽ വന്നില്ലായിരുന്നെങ്കിൽ വളരെ ഉന്നതമായ സ്ഥാനത്ത്, രാഷ്ട്രീയ രംഗത്ത് ഉന്നതമായ സ്ഥാനത്ത് വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ജില്ലാ കൗൺസിലിൽ അന്ന് UDFന് സീറ്റ് നൽകാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി നിന്നപ്പോൾ നല്ല ഭൂരിപക്ഷം, എനിക്കന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു മാത്യുബ്രാം ജയിക്കണമെന്ന്. പക്ഷെ നമ്മളൊരു മുന്നണി ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ മാത്യുബ്രാം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒരുപക്ഷെ നിന്നിരുന്നെങ്കിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, അത്ര വിശ്വസ്തനായ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു ശ്രീ മാത്യുബ്രാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വഴി വേറെ രീതിയിലേക്ക് വന്നു, വേറെ രീതിയിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയി സംതൃപ്തമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതിനൊക്കെ എല്ലാവർക്കും ആഹ്ലാദമുണ്ട്. ഇത്തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഞാൻ ആദ്യം വിളിച്ച മാത്യുബ്രാമിനാണ്. മാത്യുബ്രാം വരണം, കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഞാൻ പറഞ്ഞു വേണേ ഞാൻ ടിക്കറ്റ് അയച്ചുതരാമെന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വേണ്ട, പറഞ്ഞു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം ചെയ്തോളാം, ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും ഫോൺ ചെയ്തോളാം, എല്ലാ വീടുകളിലേക്കും നമ്മളുമായി ബന്ധമുള്ള എല്ലാ വീടുകളിലേക്കും ഫോൺ ചെയ്യുകയും ഇവിടെ നിന്നുകൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്ത അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യം രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ചു. അമേരിക്കയിൽ ഞാൻ നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിൽ ഈ തവണത്തെ വരവിന് പ്രത്യേകതയുണ്ട്. ഇത്തവണത്തെ വരവിനെ മാത്യുബ്രാമുമായി സംസാരിച്ച് പള്ളിപ്പാട്
ഹരിപ്പാട് നിവാസികളായ ആളുകളെ കാണണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. സത്യം ഞാൻ MLA ആയിട്ട് ഒരു ആഴ്ച പോലും അവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 1.5 ആഴ്ച എടുത്തുള്ളൂ. അതിനിടയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആദ്യ MLA ആയപ്പോഴും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് MLA ആയപ്പോൾ ഇടയ്ക്ക് വെച്ചാൽ എനിക്ക് രാജിവെക്കേണ്ടി വരും. കാരണം കോട്ടയത്തെ പാർലമെന്റിൽ നിൽക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. സത്യത്തിൽ വേദനാജനകമായ തീരുമാനമായി ഞാൻ അന്ന് എടുത്തത്. അതിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയോജകമണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ പാർലമെന്റിൽ അന്ന് ശ്രീ ഇന്ദിരാഗാന്ധി തോറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് സുരേഷ് കുറുപ്പ് ഒറ്റയാളെ ജയിച്ചുള്ളൂ CPI. അയാളെ പരാജയപ്പെട്ടത് ഞാൻ തന്നെ വേണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഞാൻ പാർലമെന്റിലേക്ക് സീറ്റ് പോലും ചോദിക്കാത്ത ആളാണ്. ഞാൻ MLA ആയിരിക്കും, സിറ്റിംഗ് MLA ആണ്. പക്ഷെ അന്ന് രാജീവ് ഗാന്ധി എന്നോട് നേരിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ മാർഗമില്ല. അങ്ങനെയാണ് ഞാൻ കോട്ടയത്ത് നിൽക്കുന്നത്. ആ കോട്ടയത്ത് നിന്നപ്പോഴും ജയിച്ചു കഴിഞ്ഞാൽ രാജിവെക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആ രാജി എൻ്റെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം എന്നെ അത്രമാത്രം അവിടുത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. കാരണം രാഷ്ട്രീയമുള്ളവർക്ക് അതാത് സ്ഥലത്ത് വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. എത്രയോ മാർക്സിസ്റ്റുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് രമേശ് ഹരിപ്പാട് നിൽക്കുകയാണെങ്കിൽ ജയിക്കും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും MLA ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഞാൻ ആദ്യം MLA ആയപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ശരിയാണ്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ YMCA ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള YMCA ബൂത്തിലാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ എനിക്ക് ലഭിച്ചത് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാനിവിടെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പള്ളിപ്പാട് ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും പള്ളിപ്പാടാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. എനിക്ക് 2800 വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയ പഞ്ചായത്ത് 11 പഞ്ചായത്തിൽ വെച്ചും പള്ളിപ്പാട് പഞ്ചായത്ത് തന്നെയാണ് എനിക്ക് ലഭിച്ചത്. അപ്പം ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന പഞ്ചായത്ത് പള്ളിപ്പാട് പഞ്ചായത്താണ്. ഞാനല്ല, ആര് നിന്നാലും. പക്ഷെ ഇത്തവണ കുറെ കൂടി വോട്ട് എനിക്ക് അവിടെ നിന്ന് ലഭിക്കാൻ ഭൂരിപക്ഷം പലരും ധരിക്കുന്ന ഈ ഹരിപ്പാട് ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ്. പലരും നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഭൂരിപക്ഷം TV-ലൊക്കെ. എനിക്ക് എന്നോട് മത്സരിച്ച് ഞാനാണല്ലോ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ഞാനായിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞു, ശ്രീ ഉമ്മൻചാണ്ടിയും ആന്റണിയും വയലാറിയും ഒക്കെ പറഞ്ഞു ഞാൻ വട്ടിയൂർക്കാവിൽ നിന്നാൽ 25,000-30,000 വോട്ട് ചെയ്യും. എന്നോട് പറഞ്ഞ ചാലക്കുടിയിൽ നിന്നാവും, ഷുവർ സീറ്റുകളാണ് ഇതൊക്കെ. കോഴിക്കോട് നിയോജകമണ്ഡലത്തിൽ തിരുവമ്പാടി ഒരു സംശയമില്ല 20,000 വോട്ട് ജയിക്കുന്ന മണ്ഡലമാണ്. ഞാനത് ഈ അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് ഇല്ല, ഞാൻ അസംബ്ലിയിൽ മത്സരിക്കുകയാണെങ്കിൽ ഹരിപ്പാട് നിന്നല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഞാൻ മത്സരിക്കും. 26-ാമത്തെ വയസ്സിൽ എന്നെ MLA ആക്കുകയും 28-ാമത്തെ വയസ്സിൽ എനിക്ക് മന്ത്രിയാകാൻ അവസരം തരികയും പിന്നീട് ഞാൻ മത്സരിച്ചപ്പോൾ ആദ്യം മത്സരിച്ചപ്പോൾ 4,700 വോട്ടിനാണ് ഞാൻ ജയിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായി നിന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും കഠിനമായ തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് 1000 വോട്ട് എനിക്ക് കുറഞ്ഞു, 3,500 വോട്ടിനാണ് ഞാൻ ജയിക്കുന്നത്. ഹരിപ്പാടിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ 5,000 വോട്ട് കിട്ടി ജയിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഇന്ദിരാഗാന്ധി മരിച്ചിട്ട് KK ശ്രീനിവാസൻ MLA ആയത് 500 വോട്ടാണ്. 500 വോട്ടാണ്. ഇന്ദിരാഗാന്ധി മരിച്ച തരംഗത്തിൽ പോലും 500 വോട്ടിനാണ്, സഹതാപ തരംഗത്തിൽ പോലും. ബാബു പ്രസാദ് ജയിക്കുന്ന 1,500 വോട്ടിനാണ്, താമരാക്ഷൻ ജയിക്കുന്ന 1,700. എപ്പോഴും ഹരിപ്പാടിന്റെ മാർജിൻ എന്ന് പറയുന്നത് ഒരു 1,500-3,000 റേഞ്ചേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാമായിരുന്നു ഹരിപ്പാട് ഞാൻ നിന്നാൽ ആര് കാരണം ഇപ്പൊ നമ്മൾ മത്സരിക്കുമ്പോൾ സൂക്ഷിച്ച് മത്സരിക്കണം. കാരണം ഞാൻ KPC പ്രസിഡന്റായ ഒരാൾ മത്സരിക്കുമ്പോൾ ജയിപ്പിക്കുന്നതിനേക്കാൾ പലർക്കും താല്പര്യം തോൽപ്പിക്കുന്നതിനാണെന്ന് എനിക്കറിയാമായിരുന്നത് കൊണ്ടും സ്വാഭാവികമാണ് നമ്മൾ മത്സരിക്കുമ്പോൾ സൂക്ഷിക്കാൻ. ഞാൻ 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ 4,000 വോട്ടിനാണ് പാർലമെന്റിൽ തോന്നുന്നത്. കോട്ടയത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ 4ാം തവണ മത്സരിച്ചപ്പോൾ കോട്ടയത്ത് ഞാൻ 4,700 വോട്ടിനാണ് തോന്നുന്നത്. ഹരിപ്പാട് ഞാനും സുധീരനും കേരളത്തിൽ ജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോന്നി. ഞാൻ തോറ്റ 4,000-ഓട് അടുപ്പിച്ച് വോട്ടിനാണ്. അപ്പൊ നമ്മളൊക്കെ ടാർഗറ്റ് ആവും, തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പലരുടെയും ടാർഗറ്റായി മാറും. അപ്പൊ അതുകൊണ്ട് കേരളം ഒട്ടാകെയുള്ള ആളുകൾക്ക് ആ ടാർഗറ്റ് ആക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മണ്ഡലം ഹരിപ്പാടാണ്, പള്ളിപ്പാടാണ് എന്നുള്ളത് കൊണ്ടാണ് ഹരിപ്പാട് ഞാൻ തിരഞ്ഞെടുത്തത്. അതൊരു വികാരപരമായ തീരുമാനം. എന്നോട് എല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു അതൊരു വികാരപരമായ തീരുമാനമായി പോയി എന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല.
ആ